ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിരപരാധിത്വം തെളിയിക്കാൻ കോടതിയിൽ വാദങ്ങൾ നിരത്തുകയാണ് ദേവസ്വം മുൻ പ്രസിഡന്റായ എ പത്മകുമാർ. സ്ത്രീ പ്രവേശനത്തെ ശക്തമായി എതിർത്തതിന്റെ പേരിൽ തനിക്ക് വലിയ തിരിച്ചടികളുണ്ടായി. കട്ടിളപ്പാളി ക്ഷേത്രത്തിന് പുറത്തു കൊണ്ടുപോയത് തന്ത്രിയുടെ കൂടി അറിവോടെയാണ് എന്നും പത്മകുമാർ വാദിക്കുന്നുണ്ട്. അതേസമയം കൊല്ലം വിജിലൻസ് കോടതി പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി 30 വരെ നീട്ടി. പത്മകുമാറിന്റെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ 30-ാം തീയതി വീണ്ടും പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യ ഹർജിയിലാണ് പത്മകുമാർ 2018 സ്ത്രീ പ്രവേശന കാലത്തെ നിലപാടടക്കം ഉയർത്തിപ്പിടിക്കുന്നത്. താൻ കടുത്ത അയ്യപ്പ വിശ്വാസിയാണ്. ശബരിമല അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിക്കാൻ താൻ കൂട്ടുനിൽക്കില്ല. ശബരിമലയിലെ ആചാര ലംഘനത്തിനെതിരെയും സ്ത്രീ പ്രവേശനത്തിനെതിരെയും ശക്തമായ നിലപാടെടുത്തയാളാണ് താൻ. അതിൻ്റെ പേരിൽ മുതിർന്ന നേതാക്കളുടെയും സാമൂഹ്യ നേതാക്കളുടെയും ശത്രുത തനിക്ക് ഏൽക്കേണ്ടി വന്നു. അതോടൊപ്പം തന്നെ ഈ നിലപാടിൻ്റെ പേരിൽ വലിയ തിരിച്ചടികളുമുണ്ടായി. സ്ത്രീ പ്രവേശന കാലത്തെ എ പത്മകുമാറിൻ്റെ നിലപാട് എല്ലാവർക്കും അറിയാം. അതിന് അദ്ദേഹത്തെ ശകാരിച്ച വലിയ രാഷ്ട്രീയ നേതാവ് ആരാണെന്നതും വ്യക്തമാണ്. പക്ഷേ ഈ ജാമ്യ ഹർജിയിൽ പേരെടുത്ത് വിമർശനം അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ശബരിമലയിലെ കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട് എൻ വാസു എടുത്ത അതേ നിലപാടാണ് പത്മകുമാറും സ്വീകരിച്ചിരിക്കുന്നത്. ഈ കട്ടിളപ്പാളിയെ മുൻപ് സ്വർണം പൊതിഞ്ഞതിന് ദേവസ്വത്തിൻ്റെ കയ്യിൽ യാതൊരു രേഖയുമില്ല. അതുകൊണ്ട് തന്നെ ഈ കട്ടിളപ്പാളി നേരത്തെ സ്വർണം പൊതിഞ്ഞതാണ് എന്ന് രേഖപ്പെടുത്താത്തതിൻ്റെ പേരിൽ തന്നെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇനി ചെമ്പ് തകിടെന്ന് രേഖപ്പെടുത്തിയതിൻ്റെ പേരിൽ പോലും അത് വാദത്തിനെടുത്താലും തനിക്കെതിരെ ഈ കേസ് നിലനിൽക്കില്ലെന്നും എ പത്മകുമാർ വാദിക്കുന്നു. അതോടൊപ്പം തന്നെ തന്ത്രിയെ കൂടി ഈ കേസിലേക്ക് കൊണ്ടുവരികയാണ് എ പത്മകുമാർ ചെയ്തിരിക്കുന്നത്. ഈ കട്ടിളപ്പാളി സന്നിധാനത്ത് നിന്ന് അഴിച്ചെടുത്ത് 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തപ്പോൾ ആ മഹസറിൽ ഒപ്പിട്ടവരിൽ തന്ത്രി അടക്കമുള്ളവരുണ്ട്. ഇത് ദേവസ്വം മാനുവലിന് വിരുദ്ധമാണെങ്കിൽ അത് തന്ത്രിക്കും ബോധ്യമുള്ളതാണ്. ഇക്കാര്യങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചാണ് പത്മകുമാർ ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. പത്മകുമാറിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചെങ്കിലും വിശദമായ വാദത്തിന് മാറ്റിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.